രാജ്യം 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിലേക്ക് പോകുമ്പോൾ നമ്മുടെ രാജ്യം എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ള കാര്യം കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. സമ്പൂർണ്ണ റിപ്പബ്ലിക്കായോ നമ്മളെന്നും കേന്ദ്ര സർക്കാരിന് കീഴിൽ മോദി ഭരണത്തിന് കീഴിൽ എത്രത്തോളം പിന്നോട്ട് പോയി നമ്മുടെ ഇന്ത്യ രാജ്യം എത്രത്തോളം പിന്നോട്ട് ഏത് അവസ്ഥയിലാണെങ്കിലും സാമ്പത്തികാവസ്ഥയിലാണെന്നുണ്ടെങ്കിലും ആരോഗ്യപരമായാണെങ്കിലും വിദ്യാഭ്യാസപരമായാണെങ്കിലും എവിടെയാണ് ഇന്ത്യയുടെ സ്ഥാനം എന്നുള്ള കാര്യം കൂടെ നമ്മളെ ഓരോ ഇന്ത്യക്കാരും ആലോചിക്കേണ്ട ഒരു ഘട്ടം കൂടെയാണ്. ആ ഘട്ടത്തിൽ കൂടെയാണ് 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങുകൾ നമ്മൾക്ക് ആഘോഷിക്കേണ്ടി വരുന്നത്. ഏതായാലും കോഴിക്കോട്ടേക്ക് പോവുകയാണ്. മേഘ മാധവൻ തയ്യാറാണ്. മേഘ, ഗുഡ് മോർണിംഗ്. മേഘ, ഗുഡ് മോർണിംഗ്. ഏത് രീതിയിലാണ് ജില്ലയിൽ റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങുകളുടെ ഒരുക്കങ്ങളൊക്കെ? വിനിഷ, വിപുലമായ ആഘോഷ പരിപാടികളാണ് ഈ മലബാർ മേഖലയിൽ തന്നെ നടക്കുന്നത്. കോഴിക്കോട് വെസ്റ്റ് ഹിൽ വിക്രം മൈതാനിയിൽ മന്ത്രി മുഹമ്മദ് റിയാസാണ് ദേശീയ പതാക ഉയർത്തുക. അതിന് പിന്നാലെ റിപ്പബ്ലിക് ദിന സന്ദേശവും നൽകും. 8:58 കൂടി തന്നെ മന്ത്രിയെ ഈ ഗ്രൗണ്ടിലേക്ക് ആനയിച്ചു കൊണ്ടുവരും. അതിന് പിന്നാലെയാണ് പരേഡ് നടക്കുക. ഏതായാലും 20ലധികം പ്ലാറ്റൂണുകൾ കോഴിക്കോട് വിക്രം മൈതാനിയിൽ വിവിധ വകുപ്പുകളുടേതായി ഉണ്ടാകും. അതുതന്നെയാണ് പ്രധാന ആകർഷണം. പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പരേഡ് നടക്കുക. മറ്റു ജില്ലകളിലേക്ക് വരുമ്പോൾ കാസർഗോഡ് ജില്ലയിൽ വിദ്യാനഗറിലെ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ മന്ത്രി AK ശശീന്ദ്രനാണ് റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി പതാക ഉയർത്തുക. നിരവധി പ്ലാറ്റൂണുകൾ ഹരിത പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് പൂർണ്ണമായും നടക്കുക. നിരവധി പ്ലാറ്റൂണുകൾ അണിനിരക്കുകയും ചെയ്യും. MP-മാർ, MLA-മാർ, അങ്ങനെ ജനപ്രതിനിധികളൊക്കെ തന്നെയും ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്യും. മലപ്പുറം ജില്ലയിലേക്ക് വരുമ്പോൾ മലപ്പുറം MSP ഗ്രൗണ്ടിലാണ് ഈ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്നത്. മന്ത്രി V അബ്ദുറഹ്മാനാണ് പതാക ഉയർത്തുക. റിപ്പബ്ലിക് ദിന സന്ദേശവും അദ്ദേഹം നൽകും. മലപ്പുറത്ത് 37ലധികം പ്ലാറ്റൂണുകളാണ് ഈ പരേഡിൽ അണിനിരക്കുക എന്നതാണ് വലിയൊരു പ്രത്യേകത. പാലക്കാട് ജില്ലയിൽ മന്ത്രി കൃഷ്ണൻകുട്ടിയാണ് പരേഡിന് അഭിവാദ്യം സ്വീകരിക്കുക. മറ്റ് കണ്ണൂർ ജില്ലയിലേക്ക് വരുമ്പോൾ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പതാക ഉയർത്തും. കണ്ണൂരിൽ കലക്ട്രേറ്റ് മൈതാനിയിൽ രാവിലെ 9 മണിയോടുകൂടി തന്നെ വിവിധ ചടങ്ങുകളോടുകൂടി തന്നെയാണ് ഈ പരേഡിൻ്റെ അഭിവാദ്യം സ്വീകരിച്ച് പതാക ഉയർത്തുക. ഏതായാലും വയനാട്ടിൽ മന്ത്രി OR കേളുവും പതാക ഉയർത്തി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകും. അങ്ങനെ മലബാർ മേഖലയിൽ വലിയ വിപുലമായ ആഘോഷ പരിപാടികളാണ് റിപ്പബ്ലിക് ദിനത്തിൻ്റെ ഭാഗമായി ഇന്ന് നടക്കുക. കോഴിക്കോട് റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങുകൾ ഏകദേശം കൃത്യസമയം 9 മണിയോടുകൂടി തന്നെ ആരംഭിക്കുമെന്നാണോ? തലസ്ഥാന നഗരിയിൽ ഇവിടെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ സംസ്ഥാനത്തെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ ഔദ്യോഗിക പതാക ഉയർത്തൽ ചടങ്ങ് കൃത്യം 9 മണിക്ക് തന്നെ ആരംഭിക്കും. അത്തരത്തിലുള്ള സമയ ക്രമീകരണങ്ങളൊക്കെ ഏത് രീതിയിലാണ് മേഘ? വിനിഷ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 8:58 കൂടി മന്ത്രി മുഹമ്മദ് റിയാസാണ് കോഴിക്കോട് വിക്രം മൈതാനിയിൽ പതാക ഉയർത്തുക. ഏകദേശം 8:58 കൂടി തന്നെ അദ്ദേഹത്തെ കോഴിക്കോട് വെസ്റ്റ് ഹിൽ മൈതാനിയിലേക്ക് സ്നേഹിൽ കുമാർ സിംഗ്, ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്, അതിനൊപ്പം മറ്റ് പോലീസ് മേധാവികളൊക്കെ തന്നെയും ആനയിച്ച് സ്വീകരിക്കും. 9 മണി കൃത്യത്തിന് തന്നെ ഈ ചടങ്ങുകൾ ആരംഭിക്കും എന്നതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. 9 മണിയോടുകൂടി തന്നെ ദേശീയ പതാക ഉയർത്തി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകും. കോഴിക്കോട് അതിന് പിന്നാലെയാണ് ഈ പരേഡ് അരങ്ങേറുക. കോഴിക്കോട് ജില്ലയിൽ പരേഡിൻ്റെ അഭിവാദ്യം സ്വീകരിച്ച് സന്ദേശം നൽകിയതിന് പിന്നാലെ പോലീസ്, സായുധ റിസർവ് പോലീസ്, എക്സൈസ്, വനം വകുപ്പ്, അഗ്നിരക്ഷാ സേന, NCC, SPC, സ്കൗട്ട് ഗൈഡ്സ്, ജൂനിയർ റെഡ് ക്രോസ് തുടങ്ങി 20 പ്ലാറ്റൂണുകളാണ് അണിനിരക്കുക. അത് തന്നെയാണ് ഈ പരേഡിൻ്റെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറയേണ്ടി വരും. ഏതായാലും ഇപ്പോൾ തന്നെ ആളുകൾ ഇത് കാണാനൊക്കെ തന്നെയും ഈ വിക്രം മൈതാനിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും രാജ്യത്ത് വിപുലമായ ഒരുക്കങ്ങൾ, സംസ്ഥാനത്ത് തിരുവനന്തപുരത്ത് വിപുലമായ ഒരുക്കങ്ങൾ, കോഴിക്കോട് പ്രത്യേകിച്ച് മലബാർ മേഖലയിലെ എല്ലാ ജില്ലയിലെയും കാര്യങ്ങളാണ് മേഘ പറഞ്ഞു തന്നത്.